അപ്പോൾ ഇന്ന് നമുക്ക് നല്ലതാണ്ട ഒരു ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ചൂരമീൻ വറുത്തരച്ച് നമുക്ക് കറി വെക്കാം. മുളകും മല്ലിയും വറുത്ത് ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് നമുക്കിന്ന് നല്ലൊരു അടിപൊളി മീൻ കറി വെക്കാവേ. അപ്പോൾ നമുക്കിന്ന് ഈ മീനെ നല്ലപോലെ വെട്ടണം. ഈ രണ്ട് സൈഡും മുള്ളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഈ മീനിൻ്റെ തൊലിയൊക്കെ ഉരിച്ച് കളഞ്ഞ് നമുക്ക് ഈ മീൻ നല്ല ഫ്രഷാക്കി എടുക്കാവേ. അപ്പം നമ്മുടെ അതേ മീൻ നല്ലപോലെ വെട്ടി കഴുകി വേണ്ട കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതുമാണ്. ഇനിയിപ്പോൾ നമുക്കിത് കഴുകുമൊന്നും വേണ്ട. ഞാൻ ഇന്ന് മീൻ കറി വെക്കുന്നത് നമ്മുടെ മുളകും മല്ലിയും ചൂടാക്കിയാണ്. നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാതെ വഴറ്റാതെയൊക്കെയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിന് വേണ്ട നമ്മുടെ തവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തവ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. നമുക്ക് മഞ്ഞൾ പൊടി, കുറച്ച് മഞ്ഞൾ പൊടി മതി. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്, ഉലുവപ്പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടി ഇത്രയും ചേർത്ത്. മുളക് പൊടി ഞാൻ ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് നല്ല പോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ വേണം നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ തീ അങ്ങ് നിർത്തി വെച്ച് ഇപ്പോൾ ഈ മൂപ്പ് നമുക്ക് മതിയേ. വേണ്ട ഈ മൂപ്പ് ഇപ്പോൾ എല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ചിരവ തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അത് അരച്ചെടുക്കണേ. നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ മീൻകറിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അരച്ചെടുക്കണേ. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ മീൻകറിക്ക് വേണ്ടി ഞാൻ വഴറ്റുന്നൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സാധാരണ നമ്മൾ വഴറ്റിയല്ലേ ഉണ്ടാകുന്നത്. ഇത് ഞാൻ വഴറ്റുന്നില്ല. നമ്മളിത് പച്ചയ്ക്ക് തന്നെ നമ്മുടെ മീനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വലിയ കഷ്ണം ഇഞ്ചി കഷ്ണം ഞാൻ അരിഞ്ഞെടുത്താണ്. അതുപോലെ ഒരു കുടം വെളുത്തുള്ളിയുമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള 2 ചുള 2 ചുളം കൊടംപുളി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മുടെ ഞാൻ പാത്രം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പാത്രം കൂടി ഒന്ന് കഴുകി ഒഴിക്കാവേ. നമുക്ക് മീൻ വേകാനുള്ള അരപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പില, നമ്മുടെ ഞാനൊരു 3 കുടം കൊടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ അരപ്പൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് നല്ലപോലെ ഈ അരപ്പ് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയറൊക്കെ ഒന്ന് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടിയൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ മീനിൻ്റെ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ. എന്നിട്ട് നമുക്ക് മീൻ കഷ്ണം ഇടാം. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ.
അപ്പം നമ്മുടെ വേണ്ട മീനിൻ്റെ അരപ്പ് നല്ല പോലെ ദേ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ മീൻ കഷ്ണത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഒരു ഇളക്കങ്ങ് ഇളക്കണം നല്ല പോലെ. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കാവേ. അപ്പോൾ നമുക്ക് പറ്റുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വേണ്ട മീൻകറി നല്ലപോലെ തിളച്ച് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കണ്ടോ, നല്ല കുറുകി. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇത് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്താൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് മീൻകറി ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എനിക്ക് കമൻ്റായിട്ടൊക്കെ ഒന്ന് ഇട്ട് തരണേ. നല്ല കുറുകിയ നല്ല മീൻകറി. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരാം. ബൈ.